വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണ്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. തൊഴിലുറപ്പ് മെറ്റീരിയൽ പ്രവൃത്തി സംബന്ധിച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണ നേതൃത്വത്തിനെതിരെ CPM നടത്തുന്നത് കുപ്രചരണമെന്ന് UDF. സർക്കാർ മാറ്റി ഉത്തരവിറക്കിയത് പ്രകാരം ഭരണസമിതി യോഗത്തിൽ ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. യോഗത്തിൽ ഒരു വിയോജനക്കുറിപ്പ് പോലും രേഖപ്പെടുത്താത്ത CPM അംഗങ്ങളാണ് ഇപ്പോൾ തങ്ങൾ അറിഞ്ഞില്ലെന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള മെറ്റീരിയൽ വർക്കുകൾ, പ്രത്യേകിച്ച് റോഡ് കോൺക്രീറ്റ് പ്രവൃത്തികൾ ടെൻഡർ ചെയ്യാനുള്ള അധികാരം അതത് ഗ്രാമപഞ്ചായത്തിനായിരുന്നു. എന്നാൽ 27/2/24 സർക്കാർ ഉത്തരവ് നമ്പർ 31/2024/LSGD പ്രകാരം ഓരോ ബ്ലോക്ക് പഞ്ചായത്തിനും കീഴിൽ വരുന്ന പഞ്ചായത്തുകളുടെ ടെൻഡർ ഒന്നിച്ച് നടത്തണമെന്ന് വന്നു. ഇത് പ്രകാരം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ബ്ലോക്കിന് കീഴിലെ 6 പഞ്ചായത്തുകളുടെയും മെറ്റീരിയൽ ടെൻഡർ ബ്ലോക്ക് പഞ്ചായത്താണ് നടത്തിയത്. ഇതിനുശേഷം 15/10/24 സർക്കാർ ഉത്തരവ് നമ്പർ 133/2024/LSGD പ്രകാരം ബ്ലോക്കിന് നൽകിയ ഉത്തരവ് സർക്കാർ റദ്ദു ചെയ്യുകയും ബ്ലോക്ക് പഞ്ചായത്ത് ഈ വിവരം പഞ്ചായത്തിനെ ഉചിത തീരുമാനമെടുക്കുവാൻ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2024 നവംബർ 25-ന് ചേരുകയും 19 1-ാം നമ്പർ അജണ്ടയായി ചർച്ച ചെയ്യുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ടെൻഡർ നടത്തിയ പ്രസ്തുത ഉത്തരവ് പിൻവലിച്ചത് കാരണം ആ ടെൻഡർ റദ്ദ് ചെയ്ത് ഗ്രാമപഞ്ചായത്ത് ടെൻഡർ ചെയ്യാൻ ഐക്യകണ്ഠേന തീരുമാനിക്കുകയും ചെയ്തു. പത്രപരസ്യം നൽകി ടെൻഡർ ചെയ്ത് ഡിസംബർ 30-ാം തീയതി ടെൻഡർ ഓപ്പൺ ചെയ്യാനിരിക്കുമ്പോഴാണ് ഭരണസമിതി അറിഞ്ഞില്ല എന്ന ആരോപണവുമായി CPM അംഗങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരു മാസം മുൻപ് നടന്ന ഭരണസമിതി യോഗത്തിൽ ഒരു വിയോജനക്കുറിപ്പ് പോലും രേഖപ്പെടുത്താതെ ഈ ആരോപണവുമായി വരുന്നത് CPMന്റെ ഭരണസമിതിക്കെതിരെയുള്ള കുപ്രചരണമാണെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ മെറ്റീരിയൽ വർക്ക്, അതായത് റോഡ് കോൺക്രീറ്റ് വർക്കുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ CPMന്റെ മെമ്പർമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തെറ്റായ പ്രചരണം നടത്തിയിട്ടുള്ളത്. സാധാരണ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭ്യമാകുന്ന മെറ്റീരിയൽ വർക്കുകൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് അത് പഞ്ചായത്താണ് ടെൻഡർ ചെയ്ത് പോന്നിരുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായും ഈ രീതിയാണ് തുടർന്നു പോന്നിട്ടുള്ളത്. എന്നാൽ 27/2/2024 സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വന്നു. ഓരോ ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ള പഞ്ചായത്തുകളുടെയും ഈ വർക്കിനാവശ്യമായ മുഴുവൻ മെറ്റീരിയലും ടെൻഡർ ചെയ്യേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ് എന്ന ഒരു ഉത്തരവ് സർക്കാർ 27/2/2024 സർക്കാർ ഉത്തരവ് നമ്പർ 31/2024/LSGD പ്രകാരം പുറപ്പെടുവിച്ചു. അതിനനുസൃതമായിക്കൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റേത് ഉൾപ്പെടെയുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 6 പഞ്ചായത്തുകളുടേത് ബ്ലോക്ക് പഞ്ചായത്ത് ടെൻഡർ നടപടി പൂർത്തീകരിക്കേണ്ടായി. എന്നാൽ 15/10/2024 ഇതേ സർക്കാർ 133/2024/LSGD എന്ന ഉത്തരവ് പ്രകാരം 27/2/2024 ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുത്തിട്ടുള്ള അധികാരം ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ ഉത്തരവ് ഈ സർക്കാർ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനനുസൃതമായിക്കൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകി. ഇങ്ങനെ 2024-22 സർക്കാർ ഉത്തരവ് പ്രകാരം ഞങ്ങൾ ചെയ്തിട്ടുള്ള ടെൻഡർ സർക്കാർ 15/10/2024 ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഉചിതമായ നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് കത്ത് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 25 നവംബർ മാസം, അതായത് 11/2024 വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം വിളിച്ചു. ആ ഭരണസമിതി യോഗത്തിനകത്ത് 19-ാം നമ്പർ അജണ്ടയായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ടെൻഡർ ക്ഷണിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി അജണ്ട വെച്ച് നമ്മൾ യോഗം വെച്ചു. ആ യോഗത്തിനകത്ത് ഈ പറയുന്ന സർക്കാരിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയ ഉത്തരവും അത് ക്യാൻസൽ ചെയ്ത ഉത്തരവും പരസ്യമായി വായിച്ച് ഏകദേശം അരമണിക്കൂറോളം ചർച്ച ചെയ്ത് ആ ചർച്ചയ്ക്കൊടുവിലെടുത്ത തീരുമാനം ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നിച്ച്
ഒരു കോൺട്രാക്ടർ വർക്ക് ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും സമയം നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് സാധാരണ നമുക്ക് പഞ്ചായത്തുകൾ ചെയ്തിരുന്ന ടെൻഡർ, അതായത് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം തന്നെ ചെയ്തിരുന്ന ഇപ്പോഴും വന്നിട്ടുള്ള ഉത്തരവ് പ്രകാരം നടപ്പിലാക്കുക എന്ന് ബോർഡിനകത്ത് ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്, അജണ്ട വെച്ച് ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന് അനുസൃതമായി പഞ്ചായത്ത് സെക്രട്ടറി തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്. സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ബ്ലോക്ക് ടെൻഡർ ചെയ്തു. ആ ഉത്തരവ് സർക്കാർ പിൻവലിച്ച് ഗ്രാമപഞ്ചായത്തുകൾക്ക് തന്നെ അധികാരം കൊടുത്തതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ചെയ്തു. അതുകൊണ്ട് ആ ടെൻഡർ ക്യാൻസൽ ചെയ്ത് പുതിയ ടെൻഡർ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അതിന് അനുസൃതമായി പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് ഓൺലൈനായാണ് ടെൻഡർ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. 30-ാം തീയതിയാണ് ടെൻഡർ സ്വീകരിക്കേണ്ട അവസാന തീയതി. 31-ാം തീയതി ടെൻഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇത് ബോർഡ് അറിയാതെയാണ് എന്നുള്ള ഒരു പ്രചരണം ഇവിടെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ സാമ്പത്തിക വർഷം 4.25 കോടി രൂപ ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അത് വെറും വാസ്തവവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്. കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഗ്രാമപഞ്ചായത്തിന് 6,40,00,000 രൂപ മെയിൻ്റനൻസ് ഫണ്ട് ഉണ്ട് എന്ന് നമുക്ക് സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം നമ്മോട് പറഞ്ഞു. ബജറ്റ് അലോക്കേഷൻ പ്രകാരം നമുക്കതുണ്ട് എന്ന് പറഞ്ഞു. അത് പ്രകാരം നമ്മൾ ഗ്രാമസഭ നടത്തി, വികസന സെമിനാർ നടത്തി, പദ്ധതിക്ക് അംഗീകാരം നമ്മൾ വാങ്ങി നിൽക്കുന്ന സമയത്താണ് മറ്റൊരു ഉത്തരവ്, നിങ്ങളുടെ മെയിൻ്റനൻസ് ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു, അതുകൊണ്ട് നിലവിലുള്ള നടപടിക്രമങ്ങൾ നിർത്തിവെക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിക്കും സർക്കാരിൻ്റെ ഉത്തരവ് നൽകി. ആ ഉത്തരവ് കഴിഞ്ഞ് നമ്മുടെ ഫണ്ട് 1/3 വെട്ടിച്ചുരുക്കി നമ്മളത് ക്രമപ്പെടുത്തി വന്നപ്പോൾ ഏകദേശം ഫെബ്രുവരി മാസത്തോടുകൂടി അടുത്തിട്ടുണ്ട്. പിന്നീട് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വർക്ക് പൂർത്തീകരിച്ച് ട്രഷറിയിൽ പോകുമ്പോൾ 1,00,000-ൽ കൂടുതലുള്ള ബില്ലുകൾ ട്രഷറിയിൽ നിന്ന് മാറാത്ത സാഹചര്യമുണ്ടായി. ഇവിടെ നമുക്കറിയാം, മാർച്ച് മാസം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷത്തിൻ്റെയും 30 ലക്ഷത്തിൻ്റെയും 15 ലക്ഷത്തിൻ്റെയും ഒക്കെ ബില്ലുകൾ ട്രഷറിയിൽ പോയി. അത് മാറാത്തത് കൊണ്ട് അത് സ്പിൽ ഓവറിലേക്ക് പോയി. ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുഴപ്പമോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കുഴപ്പമോ അല്ല, മറിച്ച് സർക്കാർ സമയബന്ധിതമായി ഫണ്ടുകൾ നൽകാത്ത, സമയബന്ധിതമായി ട്രഷറിയിൽ നിന്ന് ഫണ്ട് പിൻവലിക്കാനുള്ള അനുവാദം നൽകാത്തത് കൊണ്ടാണ് ഇത്രയും ഫണ്ടുകൾ സ്പിൽ ഓവർ വർക്കിലേക്ക് പോകുന്നത്. ഇത് ഗ്രാമപഞ്ചായത്തിന്റെ അപാകതയല്ല, അല്ലെങ്കിൽ പോരായ്മയല്ല, ഇത് സംസ്ഥാന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പോരായ്മയാണ്. ഇപ്പൊ ഈ വർഷവും ഈ സാമ്പത്തിക വർഷവും നമുക്ക് പദ്ധതി ഉണ്ടാക്കിയപ്പോൾ നമുക്ക് മെയിൻ്റനൻസ് ഗ്രാന്റ് തന്നിട്ടുള്ളത് 5 കോടി രൂപയാണ്. ഇപ്പൊ ഇത് പുതിയൊരു ഉത്തരവ് വന്നിട്ടാണ്. ഇന്നത്തെ ഭരണസമിതി യോഗത്തിനകത്ത് അത് ചർച്ച ചെയ്തു. 3 കോടി രൂപ കൂടി അഡീഷണൽ പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് റോഡിന് വേണ്ടി തന്നിരിക്കുകയാണ്. ഇത് പദ്ധതി ആക്കി DPC അംഗീകാരം കിട്ടി, ടെൻഡർ ചെയ്ത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ബന്ധപ്പെട്ട നടപടിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാർച്ച് മാസത്തിൽ തീർക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതിനെല്ലാം അപ്പുറത്ത് മറ്റൊരു പ്രവർത്തനം കൂടി നടക്കാറുണ്ട്. എന്താണ് പ്രവർത്തനം എന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്. 20-ാം തീയതി ട്രഷറി ബാൻ ചെയ്യുക. അതായത് സർക്കാരിന്റെ ഉത്തരവ് വരും, 20-ാം തീയതിക്ക് ശേഷം ബില്ലുകൾ എടുക്കേണ്ടതില്ല എന്ന് ട്രഷറിക്ക് നിർദ്ദേശം കൊടുക്കും. എന്നിട്ട് 28-ാം തീയതി 29-ാം തീയതിയൊക്കെ ഓരോ പഞ്ചായത്തിനും 3 കോടി 4 കോടി രൂപയൊക്കെ അലോട്ട്മെന്റ് കൊടുക്കുക. എന്നിട്ട് 31-ാം തീയതി ട്രഷറിയിൽ നിന്ന് അത് തിരിച്ചു പിടിക്കുക. അപ്പൊ ഇത് സ്ഥിരമായി ജനങ്ങളെ കബളിപ്പിക്കുന്നത്, സാമ്പത്തികമായി വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന, പിടിച്ചു നിൽക്കാൻ ജനങ്ങളുടെ ഇടയിൽ കഴിയാത്ത ഈ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് ഉദാഹരണമാണല്ലോ പെൻഷനുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, 6 മാസക്കാലത്തെ പെൻഷൻ ഇന്നും കുടിശ്ശികയായി നിൽക്കുകയാണ്. എപ്പോഴാണ് പെൻഷൻ കിട്ടേണ്ടത്? എല്ലാ മാസവും ലഭ്യമാകേണ്ട പെൻഷൻ സമയത്തിന് കൊടുക്കാതെ ഓണം വരുമ്പോൾ, ക്രിസ്തുമസ് വരുമ്പോൾ, അതുപോലെ തന്നെ പെരുന്നാൾ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പെൻഷൻ. അപ്പോൾ സാമ്പത്തികമായി തകർന്നടിഞ്ഞ സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതി വൈകാനുള്ള കാരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ തെറ്റിദ്ധാരണ പുരത്തുന്ന പ്രചരണങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട് അജണ്ട വെച്ച് ചർച്ച ചെയ്ത് അതിനകത്ത് തീരുമാനം എഴുതിയതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന, വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ്, ഷൈജലടപ്പറ്റ, CTP ജാബിർ, E സിത്താര, M റസാഖ്, പള്ളത്ത് തുളസി എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ.
ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശേഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു. ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.